ഹലോ ICI ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഗോന്ദ് ലഡു അഥവാ എഡിബിൾ ഗമ്മിൻ്റെ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെൽത്തിയാണ്. അതിനായിട്ട് സ്വല്പം നെയ്യ് ഒരു പാനിലെടുക്കുക. എന്നിട്ട് ഈ ഗോന്ത് എന്ന് പറയുന്നത് ലുലുവിൽ അവൈലബിൾ ആണ്, ഗോന്ത് തന്നെ കിട്ടും. അപ്പം അത് ഒരു 75 ഗ്രാം എടുത്ത് ഇതുപോലെ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റ് ചെയ്യുന്തോറും ഉണ്ടല്ലോ, ഇത് നല്ല പഫായി വരും. ഒരു പോപ്കോണിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ, അങ്ങനെയല്ല, പക്ഷെ അതുപോലെ ക്രിസ്പി ആയിട്ട്. ഇതാ കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി പഫി ആയിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ പഫി ആയിട്ട് വരും. ഇങ്ങനെ ക്രിസ്പിയായി പഫിയായി വരുമ്പം അത്ര മതി. അതിൻ്റെ കറക്റ്റ് പരുവായി, റോസ്റ്റ് ചെയ്ത പരുവായി. ഇത് നമുക്കൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഗോന്ത് നമ്മൾ ആദ്യത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ റോസ്റ്റ് ചെയ്തു. ഇനി നെയ്യൊന്നും ചേർക്കാതെ അതേ പാനിൽ ഒരു 50 ഗ്രാം ഫോക്സ് നട്ട് അഥവാ മക്കന റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് മാറ്റി വെക്കുക. പിന്നെ സ്വല്പം നെയ്യ് ചേർത്തിട്ട് ഒരു 25 ഗ്രാം കാഷ്യൂ, 25 ഗ്രാം ആൽമണ്ട്, പിന്നെ ഒരു 25 ഗ്രാം വാൾനട്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ പിസ്താഷ്യോ, ഇതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നെയ്യിലാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാമേ. പിന്നെ നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ച മക്കനയും നമ്മുടെ ഗോന്തും, ഇത് നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം വെച്ചോ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ക്രഷ് ചെയ്യാൻ പറ്റും. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ക്രിസ്പി ആയിരിക്കും ഇത്. ഇതായത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത നമ്മുടെ കാഷ്യൂ നട്ടിൻ്റെയൊക്കെ, വാൾനട്ട്, ആൽമണ്ട്, ഇതിൻ്റെയൊക്കെ മിക്സ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഉൾപ്പെടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പാനിൽ സ്വല്പം കൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഗോൾഡൻ റൈസിനും പംകിൻ സീഡ് ഇടും. ഈ സമയം 200 ഗ്രാം ശർക്കര ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഗോൾഡൻ റൈസിനും ചർമാഗസും റോസ്റ്റായി നമ്മൾ ആ നേരത്തെ വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഇടുക. പിന്നെ സ്വല്പം കൂടെ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് ഒരു 175 ഗ്രാം ഗോതമ്പ് പൊടി ഇട്ട് നന്നായി കുറച്ചുകൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി അതിൻ്റെ പച്ചമണം മാറി റോസ്റ്റായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് മനസ്സിലാവും, ഇതിൻ്റെ മണം മാറുമ്പോൾ നമുക്കിത് റോസ്റ്റായോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവും. മണവും മാറും, ചെറുതായിട്ട് കളറും മാറി ഈ ഒരു പരുവത്തിലാവേ. ഇതോടെ നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ഒരേ ബൗളിലാണ് ഇടുന്നത്, നമുക്ക് ലഡ്ഡു ഉരുട്ടാനുള്ള സൗകര്യത്തിനാണ് ഇത്. അപ്പം ഇതോടെ ഇട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, കുറച്ചെന്ന് പറയുമ്പം ഒരു 25 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ ഗ്രേറ്റഡ് കോക്കനട്ടും നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സിറപ്പ് ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ഈ ബൗളിലിട്ടിട്ട് ഇതിലേക്ക് ചൂടോടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിക്കണം. അതിന് മുന്നേ ഒരു ഏകദേശം 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരിപ്പയിലൂടെ ഈ ശർക്കരപ്പാനി ഇതിലേക്ക് നമുക്ക് അരിച്ച് ഒഴിക്കണം. എന്നിട്ട് ചൂടുള്ളതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം ചൂടോടെ തന്നെ നമുക്ക് ലഡ്ഡു പിടിക്കണേ. ഒരുപാട് ചൂടോടെ വേണ്ട, ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ലഡ്ഡു പിടിക്കാൻ തുടങ്ങിയാൽ മതിയേ, അല്ലെങ്കിൽ കൈക്ക് പൊള്ളും. അപ്പം ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പോൾ ഞാൻ ലഡ്ഡു സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലഡ്ഡു തയ്യാറാക്കാം. കണ്ടോ, നമ്മളിങ്ങനെ ഉരുട്ടി ചേർത്ത് വരുമ്പം അത് ബോളായിട്ട് അങ്ങ് നിൽക്കും. ആ ഒരു പരുവാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പം നമുക്ക് നമ്മുടെ ഗോന്ദ് ലഡ്ഡു റെഡിയാക്കാം. ഇത് പിള്ളേർക്കും വലിയവർക്കെല്ലാം കഴിക്കാൻ വളരെ നല്ലതാണ്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ചൂടൊക്കെ ആറിയ ശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം വരെ ഇരിക്കും. അല്ല, അതിന് ശേഷം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുക. അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സ്റ്റേ സേഫ്.